ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു തുടക്കക്കാരാണോ? നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് സ്റ്റക്ക് ആവുന്നുണ്ടോ? 0 വ്യൂസ് അല്ലെങ്കിൽ 10ഓ 20ഓ അങ്ങനെ വിരലിൽ എണ്ണാവുന്ന അത്രയും വ്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനലിന് ഷാഡോ ബാൻ കിട്ടിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നും ഞാൻ എൻ്റെ ചാനലിന് ഷാഡോ ബാൻ കിട്ടിയപ്പോൾ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്തതും എന്നൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ തികച്ചും ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഷാഡോ ബാൻ എന്നത് അക്കൗണ്ട് ബാൻ ആകുന്നതല്ല ശരിക്കും. പക്ഷേ യൂട്യൂബ് പ്ലാറ്റ്ഫോം നമ്മുടെ കണ്ടൻറ്റ് റീച്ച് കുറയ്ക്കും. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പോലും നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ചെല്ലില്ല. നമുക്കും നോട്ടിഫിക്കേഷൻ ഒന്നും അയക്കില്ല. അതായത് നമ്മൾക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റ് ക്ലെയിമോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ വൈറ്റ് സ്റ്റുഡിയോയിൽ ഒരു റെഡ് കളർ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുമല്ലോ. ഇത് നമുക്ക് ഷാഡോ ബാൻ ആണെന്ന് പറഞ്ഞ് യൂട്യൂബ് നമുക്ക് ഒരു നോട്ടിഫിക്കേഷനും അയക്കില്ല. പക്ഷേ നമ്മളിടുന്ന ഷോർട്സിനോ അല്ലെങ്കിൽ ലോങ് വീഡിയോയ്ക്ക് എന്തെങ്കിലും വീഡിയോ ആയിക്കോട്ടെ, ആ ഇടുന്ന വീഡിയോയ്ക്ക് നമുക്ക് 0ൽ സ്റ്റക്കാവുക, അല്ലെങ്കിൽ 10, 15, 20 വ്യൂസ് എത്തുമ്പോഴത്തേക്കും സ്റ്റക്കാവുക, പിന്നെ ചാനൽ അനങ്ങാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ഷാഡോ ബാൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഷാഡോ ബാൻ എന്ന് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവരുടെ കണ്ടൻറ്റ് അതേപടി കോപ്പി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇട്ടിരിക്കുന്ന വീഡിയോസിൽ സെയിം തമ്പനെയിൽ അല്ലെങ്കിൽ സെയിം ടൈറ്റിൽ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പിന്നെ ഹാഷ്ടാഗ് ഒക്കെ ശരിയായിട്ട് നൽകിയില്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബ് അതവിടെ നോക്കി വയ്ക്കും. പിന്നെ യൂട്യൂബിൻ്റെ റൂൾസ് വയലേറ്റ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഷാഡോ ബാനിൽ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ മെയിനായിട്ടൊരു കാര്യം, നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, കമൻറ്റ് അടിയിൽ ഇങ്ങനെ കമൻറ്റ് ഇടുന്നത് കൂട്ടാക്കാമോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും അങ്ങനെ ഒരു കമൻറ്റ് ഇടുകയോ അല്ലെങ്കിൽ അതുപോലത്തെ കമൻറ്റിന് ലൈക്ക് ചെയ്യുകയോ ചെയ്യരുത്. ഞാനങ്ങനെ ഒരു കമൻറ്റിന് ലൈക്ക് ചെയ്തിരുന്നു. ഞാൻ ഡെയിലി 1, 2 ഷോർട്സൊക്കെ ഇടുമായിരുന്നു. വ്യൂസ് കുറവാണെങ്കിലും ഒരുവിധമൊക്കെ വ്യൂസ് കയറി പോകുന്നത് നമുക്കറിയാലോ. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും, എത്ര വ്യൂസ് കിട്ടി എന്ന് നോക്കുമല്ലോ. അതുപോലെ ഞാനും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ 0 വ്യൂസ്. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴും വ്യൂസ് 0 തന്നെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിലും 5-10 വ്യൂസിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. അങ്ങനെ സ്റ്റക്കായി വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ചാനൽ പോയോ ഫ്രീസായോ എന്താണെന്ന് നമുക്ക് അറിയാതെ വരാം. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഒത്തിരി ഇങ്ങനെ സെർച്ച് ചെയ്തു. ഒരാഴ്ചയോളം ഞാൻ ചാനൽ വീഡിയോസൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്ത് ഒരുപോലത്തെ കണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരുപോലത്തെ തമ്പനെയിലോ ഒരുപോലത്തെ ടൈറ്റിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ തന്നെ തമ്പനെയിൽ ഒരുപോലത്തെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരുപോലത്തെ ഹാഷ്ടാഗ് ഒരുപോലത്തെ ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഒരാഴ്ച ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ഇട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞ് ടൈറ്റിലും ഹാഷ്ടാഗും എല്ലാം കറക്റ്റായി കൊടുത്ത് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ചാനൽ റീസെറ്റായി. നമ്മുടെ യൂട്യൂബ് അൽഗോരിതം അത് പഴയതുപോലെ തന്നെ റീസെറ്റായി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ചാനൽ ഷാഡോ ബാനിലാണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷാഡോ ബാനിലാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ 1-2 ആഴ്ചത്തേക്ക് നിങ്ങൾ വീഡിയോസ് ഒന്നും ഇടാതിരിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ചാനലിലെടുത്ത് നിങ്ങളുടെ വീഡിയോസ് എടുത്ത് എല്ലാം ഒന്നുകൂടി ആദ്യം മുതൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് എല്ലാം പഴയപടി റീസെറ്റ് ആയിക്കോളും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ടിപ്സൊക്കെ ഇനി വേണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുവരേക്കും ബൈ.